ദേശീയ പണിമുടക്ക് ഇന്ന് രാവിലെ തുടങ്ങിക്കഴിഞ്ഞു. അതൊരു വലിയ വാർത്തയാണ്. ഹിന്ദു കുടുംബങ്ങളുടെ പൂർവിക സ്വത്തിൽ പെൺമക്കൾക്കും തുല്യ അവകാശമെന്ന ഹൈക്കോടതി വിധി, അത് വലിയ നിർണായകമായ വിധിയാണ്, ചരിത്രപരമായ വിധിയാണ് ആ വാർത്ത. അങ്ങനെ ആ വലിയ വാർത്തകൾക്കിടയിലും ഇന്നലെ സേതു പറഞ്ഞ പോലെ തന്നെ ഇന്നലെ സർവകലാശാല ആസ്ഥാനത്തേക്ക്, കേരള സർവകലാശാലയിലേക്ക് മാത്രമല്ല കാലിക്കറ്റിലേക്കും MG-യിലേക്കും ഒക്കെ SFI നടത്തിയ മാർച്ചാണ് ഭൂരിപക്ഷം പത്രങ്ങളും പ്രധാന വാർത്തയാക്കിയിട്ടുള്ളത്. അത് കേരള സർവകലാശാലയിൽ ഒരു പടി കൂടി കടന്ന് സമരം വലിയ രൂപത്തിലേക്ക് പോയി. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നമുക്ക് വേഗം തലക്കെട്ടുകളിലൂടെ ഒന്ന് കടന്നു പോയാൽ ആ വാർത്തകൾ ഒന്ന് മനസ്സിലാക്കി പോകാമെന്ന് വിചാരിക്കുന്നു. പത്രങ്ങൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. കേരള സർവകലാശാല ആസ്ഥാനം പിടിച്ചെടുത്ത് SFI എന്നാണ് മംഗളം പറയുന്നത്. പോലീസ് കണ്ണടച്ചു, സർവകലാശാല കൈയടക്കി SFI എന്ന് ദീപിക പറയുന്നുണ്ട്. സർവകലാശാല ആസ്ഥാനം കൈയടക്കി SFI എന്നാണ് SFI സമരം. അത് കലാപശാല എന്നാണ് മാധ്യമത്തിൻ്റെ വലിയ ഹെഡിങ്. കലാപശാല, സംഘർഷ കലാശാല എന്ന് സിറാജ് പറയുന്നുണ്ട്. RSS അജണ്ടയ്ക്ക് താക്കീതെന്നാണ് ദേശാഭിമാനി പറയുന്നത്. SFI ഭീകരത, അത് VC-യുടെ ഓഫീസ് ആക്രമിച്ചു എന്ന് ജന്മഭൂമി പറയുന്നുണ്ട്. ജന്മഭൂമി ഒരു പടി കൂടി കടന്ന് വലിയ രൂപത്തിൽ അതിൻ്റെ വാർത്താ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് ജന്മഭൂമി എന്ന് വേണം പറയാൻ. SFIക്കാർ പൂജപ്പുര SI സുധീഷിനെ വലിച്ച് നിലത്തിടുന്നു എന്ന ചിത്രമുണ്ട്. സർവകലാശാലയുടെ പ്രധാന കവാടം പോലീസ് നോക്കി നിൽക്കെ SFIക്കാർ തകർക്കുന്നു എന്ന ചിത്രം കൂടി. അങ്ങനെ സമഗ്രമാണ് ജന്മഭൂമി ഇക്കാര്യത്തിൽ. കലാപശാല എന്നാണ് വീക്ഷണം പറയുന്നത്. വീക്ഷണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് കലാപശാലയിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണ്. യുദ്ധക്കളമായി കേരള സർവകലാശാല ആസ്ഥാനം, പോലീസിൻ്റെ ലാത്തി പിടിച്ചു വാങ്ങി തിരിച്ചടിച്ചു. SFI പ്രവർത്തകർ അതിരുവിട്ടു, ഗോവിന്ദൻ ഇടപെട്ടു. അമേരിക്കയിൽ നിന്ന് പിണറായിയുടെ നീരസം, സമരം നിർത്തി. അമേരിക്കയിൽ നിന്ന് പിണറായിയുടെ നീരസം, സമരം നിർത്തി എന്നുകൂടി ഒരു പടി കൂടി കടന്ന് വീക്ഷണം അതിൻ്റെ കലാപശാലയുടെ ഏറ്റവും അറ്റത്തേക്ക് കൊണ്ടെത്തിക്കുകയാണ്. സർവ്വകലാപം എന്നാണ് സുപ്രഭാതം പറയുന്നത്. എന്തായാലും അതിനുശേഷം SFI സമരം അക്രമാസക്തമെന്ന് മനോരമയും ഒരു പടി കൂടി കടന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സർവകലാശാലയിലെ SFI മാർച്ച് മാതൃഭൂമി 7-ാം പേജിലേക്കാണ് വാർത്തയാക്കിയിട്ടുള്ളത്. അത് 1-ാം പേജിൽ വാർത്തയല്ല എന്നുള്ളതാണ്. നമുക്ക് വേഗം മനോരമയിലേക്ക് പോയി മറ്റ് വാർത്തകളിലേക്ക് വേഗം പോകേണ്ടതുണ്ട്. SFI സമരം അക്രമാസക്തം, സംസ്ഥാന സെക്രട്ടറി അടക്കം അറസ്റ്റിൽ എന്നുള്ളതാണ്. അതിൽ മറ്റ് പത്രങ്ങളൊന്നും ഈ സംസ്ഥാന സെക്രട്ടറി അറസ്റ്റിൽ എന്നുള്ള കാര്യം, PS സഞ്ജീവാണ് സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം അറസ്റ്റിലായ കാര്യമില്ല. പക്ഷേ ചിത്രങ്ങളൊക്കെ മനോഹരമാണ്. SFI വിദ്യാർത്ഥികൾ ആവേശഭരിതരായി, സമരത്തിൽ ആവേശഭരിതരായി സർവകലാശാലയുടെ മതിൽ ചാടിക്കടന്ന് ഉള്ളിൽ കയറുന്നതും പ്രവേശിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇന്നലെ. പോലീസുകാർ തടയാതെ കാത്തു നിൽക്കുന്നതും ആ ചിത്രത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ഉന്നത വിദ്യാഭ്യാസം എന്നാണ് അതിൻ്റെ ടാഗായിട്ട് കൊടുത്തിട്ടുള്ളത്. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമലിൻ്റെ രാജി ആവശ്യപ്പെട്ടും സർവകലാശാലയിലെ കാവ്യവൽക്കരിക്കുന്നു എന്നാരോപിച്ചും SFI കേരള സർവകലാശാല ആസ്ഥാനത്തെ നടത്തിയ മാർച്ചിനിടെ പ്രവർത്തകർ കടക്കുന്നതാണ്. എന്തായാലും വലിയ രൂപത്തിലാണ് കാര്യങ്ങൾ. അതിനകത്ത് ദേശാഭിമാനിയുടെ ഒരു വാർത്ത കൂടി വായിച്ചു പോകാം. RSS അജണ്ടയ്ക്ക് താക്കീത് എന്നാണ് ദേശാഭിമാനി പറയുന്നത്. ദേശാഭിമാനി വിദ്യാർത്ഥികളുടെ സമരവീര്യമറിഞ്ഞ് ഗവർണർ, വിദ്യാർത്ഥികളുടെ സമരവീര്യമറിഞ്ഞ് ഗവർണർ, RSS അജണ്ടയ്ക്ക് താക്കീത് എന്ന് ദേശാഭിമാനിയും പറയുന്നുണ്ട്. എന്തായാലും ആ ഗവർണറുടെ RSS അജണ്ടയ്ക്ക് സർവകലാശാല വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് ഐതിഹാസിക വിദ്യാർത്ഥി പ്രക്ഷോഭമെന്നാണ് ദേശാഭിമാനി പറയുന്നത്. മാതൃഭൂമി ഉൾപേജിൽ 7-ാം പേജിലാണ് വാർത്ത നൽകിയിട്ടുള്ളത്. ഈ പത്രങ്ങളൊക്കെ ഞാൻ 1-ാം പേജിൽ വാർത്ത നൽകുമ്പോൾ മാതൃഭൂമി അത് 7-ാം പേജിലേക്ക് മാറ്റുന്നു. പക്ഷേ 7-ാം പേജിൽ ആണെങ്കിൽ പോലും വളരെ വിശദമായ വാർത്ത നൽകിയിട്ടുണ്ട്. കേരള കയ്യേറി SFI എന്നാണ് മാതൃഭൂമി. കേരള കയ്യേറി SFI. ശരിക്കും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. സർവകലാശാല സമ്പൂർണ്ണമായി വളഞ്ഞുള്ള സമരമായിരുന്നു എന്ന് ഈ വാർത്തകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. പോലീസിനെ നോക്കുകുത്തിയാക്കി സർവകലാശാല ആസ്ഥാനം കൈയടക്കി SFI പ്രതിഷേധം എന്നാണ്. മതിൽചാട്ടം പോലീസ് കണ്ടില്ല, വലിഞ്ഞുകയറ്റം പോലീസ് മിണ്ടിയില്ല, ലാത്തി പിടിച്ച് പോലീസ് അനങ്ങിയില്ല, വാതിൽ തകർക്കൽ പോലീസ് അനുനയിപ്പിച്ചു, പടിക്കെട്ടിലിരുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. അത് ഒരുപക്ഷെ എല്ലാ പത്രങ്ങളും 1-ാം പേജിൽ വലിയ രൂപത്തിൽ കലാപശാല, സർവകലാപം എന്നൊക്കെ വാർത്തയാക്കുമ്പോൾ മാതൃഭൂമി ഉൾപേജിലാണെങ്കിൽ പോലും അതിൻ്റെ ആ സമരത്തിൻ്റെ അതേ തലത്തിൽ തന്നെ കൊണ്ടുപോകാൻ, സമരം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വളരെ വിശദമായി പറയാൻ മാതൃഭൂമി തയ്യാറാകുന്നു. ഒപ്പം തന്നെ കേരള സർവകലാശാലയിൽ ഭരണസ്തംഭനം എന്നൊരു വാർത്ത കൂടിയുണ്ട്. സ്വാഭാവികമാണ്. VC-ക്കെതിരായ വലിയ സമരം, വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി സമരം നടത്തുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന എന്ന് അവകാശപ്പെടുന്ന SFI അവിടേക്ക് വലിയ മാർച്ച് നടത്തുന്നു. അപ്പോൾ സ്വാഭാവികമായും ഭരണസ്തംഭനത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഗവർണർ കൂടി ഇടപെട്ട കേസാണ്. ഭരണസ്തംഭനം ഉറപ്പാണ്. ഇന്ന് അദ്ദേഹം മോഹനൻ കുന്നുമൽ ഇന്ന് വരുന്നതോടുകൂടി വീണ്ടും വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഉണ്ടാകും. നാളെയും രാജ്ഭവനിലേക്ക് മാർച്ചുണ്ട് SFI. ഇതുതന്നെയായിരിക്കും വരും ദിവസങ്ങളിലും മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയാക്കാൻ പറ്റുന്നതെന്നാണ് വിചാരിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചരിത്രപരമായൊരു വിധി കേരള ഹൈക്കോടതി നടത്തുന്നു. ഹിന്ദു പെൺമക്കൾക്ക് തുല്യ അവകാശം. അത് എന്താണ് ചരിത്രപരമായ വിധി എന്ന് ചോദിച്ചാൽ കുറച്ച് പഴയ കാലത്തേക്ക് സഞ്ചരിക്കേണ്ടി വരും എന്നുള്ളതാണ്. അവകാശം 2004 ഡിസംബർ 20-ന് ശേഷം മരിച്ചവരുടെ പെൺമക്കൾക്ക്, അതാണ് അതിൻ്റെ പ്രത്യേകത. 2004 ഡിസംബർ 20-ന് ശേഷം മരിച്ചവരുടെ പെൺമക്കൾക്കാണ് പൂർവിക സ്വത്ത് കേന്ദ്ര നിയമത്തിന് പ്രാബല്യമെന്ന് ഹൈക്കോടതി.
കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്, അത് ശ്രദ്ധേയമാണ് ആ കാര്യങ്ങൾ. ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമ ഭേദഗതിയുടെ 6-ാം വകുപ്പ് പ്രകാരം പെൺമക്കൾക്കും ആൺമക്കൾക്കൊപ്പം പൂർവിക സ്വത്തിൽ ജന്മാവകാശമുണ്ട്. പൂർവിക സ്വത്തിൽ പെൺമക്കളുടെ ജന്മാവകാശം വിനീത ശർമ്മ കേസിൽ സുപ്രീം കോടതി അംഗീകരിച്ചാണ്. ഇതിന് വിരുദ്ധമായ 2 ഹൈക്കോടതി വിധികൾക്ക് ഇനി സാധുതയില്ല. അപ്പോൾ സ്വാഭാവികമായും കൂട്ടുകുടുംബ നിയമത്തിലെ വകുപ്പുകൾക്ക് പ്രാബല്യമില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ വളരെ കാലമായി ഒരുപാട് ആളുകളുടെ ആവശ്യങ്ങളൊന്നായിരുന്നു അതിലേറ്റവും ശ്രദ്ധേയം ഈ 2004 ഡിസംബർ 20 ശേഷം മരിച്ചവരുടെ പെൺമക്കൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക എന്നാണ്. കേരളത്തിലെ ഹിന്ദു കുടുംബങ്ങളിലും പെൺമക്കൾക്ക് പൂർവിക സ്വത്തിൽ തുല്യാവകാശമുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു. മനോരമ 9-ാം പേജിൽ ചരിത്ര വിധിയെക്കുറിച്ച് ഒന്നും കൂടി വിശദമായി ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനും ഈ കേസിലെ അമിക്കസ് ക്യൂറിയുമായ അഡ്വക്കേറ്റ് PB കൃഷ്ണൻ്റെ ഒരു വാക്കുകൾ കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തിൻ്റെ കാര്യത്തിൽ മേരി റോയ് കേസിന് ശേഷം ഉണ്ടായതുപോലെ വലിയ മാറ്റങ്ങൾക്ക് ഈ വിധി വഴിവെച്ചേക്കാം. ഹിന്ദുക്കളുടെ വിവാഹം, പിന്തുടർച്ച, ദത്തെടുക്കൽ തുടങ്ങിയ കാര്യങ്ങൾ 1950 വന്ന പ്രധാന നിയമങ്ങളിലൊന്നാണ് ഹിന്ദു പിന്തുടർച്ചാ നിയമം. കുടുംബ സ്വത്തുക്കളുടെയും സ്വയം ആർജിച്ച വസ്തുക്കളുടെയും ഒക്കെ കാര്യങ്ങളിൽ ഈ കോടതി വിധി വളരെ നിർണായകമാകുമെന്നാണ് പറയുന്നത്. എന്തായാലും ഹിന്ദു പെൺമക്കൾക്ക് തുല്യ അവകാശം വരുന്നത് വലിയ കാര്യമായി വേണം കാണാൻ. പൂർവിക സ്വത്തിലാണെന്ന കാര്യം കൂടി ശ്രദ്ധേയമുണ്ട്. ഈ കോടതി വിധിയും കൊണ്ട് ആർജിച്ച സ്വത്തിന് അവകാശം ചോദിച്ച് ആരും പോകാതിരിക്കണം എന്നുകൂടി ഒരുപക്ഷെ കോടതി സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഹിന്ദു പിന്തുടർച്ചയിൽ ഹൈക്കോടതി 1975 കേരള കൂട്ടുകുടുംബ സമ്പ്രദായം നിർത്തലാക്കൽ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ ബാധകമാകില്ല എന്നാണ്. മകൾ ഐശ്വര്യ ദേവതയാണ്, അവൾ ആദരിക്കപ്പെടട്ടെ എന്നുകൂടി കോടതി പറഞ്ഞതായി മാതൃഭൂമി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാതൃഭൂമിയും പിന്നെ എനിക്ക് തോന്നുന്നു കേരള കൗമുദിയുമാണ് ഈ വാർത്ത 1-ാം പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളൂ. 1-ാം പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളൂ. പെൺമക്കൾക്ക് പൂർവിക സ്വത്തിൽ തുല്യ അവകാശം എന്നുള്ളതാണ്. മകൾ 10 ആൺമക്കൾക്ക് തുല്യമെന്നുകൂടി കോടതി പറഞ്ഞ കാര്യം കൂടി കേരള കൗമുദി പറയുന്നുണ്ട്. കേരള കൗമുദി മാതൃഭൂമി അക്കാര്യത്തിൽ മകൾ ഐശ്വര്യ ദേവതയും 10 ആൺമക്കൾക്ക് തുല്യമെന്നുകൂടി പറയുന്നു. ഒരുപക്ഷെ വലിയ വിധിയായതുകൊണ്ടാണ് ഞാനും ആ രൂപത്തിൽ വലിയ രൂപത്തിൽ കണ്ടുപോയത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. ഈ ജ്യോതി മൽഹോത്ര എന്നൊരു വ്ളോഗർ കേരളത്തിൽ വന്നത് വലിയ വിവാദമായിരുന്നു. അത് സർക്കാർ വിളിച്ചിട്ടാണ് വന്നത്. സർക്കാർ വിളിച്ചതുകൊണ്ട് വന്നു. അതുകൊണ്ട് പിന്നെ മന്ത്രി റിയാസിനെതിരെ വലിയ വിമർശനമൊക്കെ UDFിൻ്റെ ഭാഗത്തുനിന്നും BJPയുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായി. പക്ഷേ ഇന്നലെ വന്നൊരു കാര്യം എന്തായാലും വളരെ കൗതുകമുള്ളതായിട്ട് വേണം കാണാൻ. മുൻ മന്ത്രിയും മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ അദ്ദേഹവും K സുരേന്ദ്രനും BJPയുടെ മുൻ നേതാവ് K സുരേന്ദ്രൻ്റെ ഒപ്പമാണ് ജ്യോതി മൽഹോത്ര വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന യാത്രയിൽ പങ്കെടുത്തത്. ചിത്രങ്ങളുണ്ട്, വീഡിയോയുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഇനി BJP എന്ത് പറയും എന്ന കാര്യത്തിലാണ്. എന്തായാലും ജ്യോതി മൽഹോത്ര ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ സ്ത്രീയാണ്. അവർ ഇന്ത്യക്കെതിരെ നടത്തിയത് വലിയ രൂപത്തിലുള്ള ചാരവൃത്തിയാണ്, രാജ്യദ്രോഹ കുറ്റമാണ്. പക്ഷേ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഞങ്ങൾ കൂടി അതിൽ പങ്കെടുത്തിരുന്നു എന്ന് ആലോചിക്കാതെയാണ് ഈ BJP നേതാക്കൾ ഈ ആരോപണം ഉന്നയിച്ചത് എന്ന് വേണം കാണാൻ. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായും BJPയും അക്കാര്യത്തിൽ, CPM മാത്രമല്ല BJPയും അക്കാര്യത്തിൽ വലിയ രൂപത്തിൽ പ്രതിരോധത്തിലായി എന്ന് വേണം കാണാൻ. മാതൃഭൂമി, മനോരമയും ദേശാഭിമാനിയും ഈ വാർത്ത വളരെ നന്നായി നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. മാതൃഭൂമി 7-ാം പേജിലും ദേശാഭിമാനി 9-ാം പേജിലും മനോരമ 10-ാം പേജിലും ഈ വാർത്ത വളരെ മനോഹരമായി നൽകിയിട്ടുണ്ട്. എന്തായാലും V മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രിയാണ്. ഈ ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്നു പോകുന്ന സമയത്തും അദ്ദേഹം കേന്ദ്രമന്ത്രിയാണെന്ന് വേണം കാണാൻ. അതുകൊണ്ട് എന്തായാലും BJP ഇക്കാര്യത്തിൽ പ്രതിരോധിക്കേണ്ടി വരും എന്ന് ഉറപ്പാണ്. മറ്റൊരു വാർത്ത ഹിന്ദു ദിനപത്രത്തിലാണ് 1-ാം പേജിൽ. ഒരുപക്ഷെ മലയാള പത്രങ്ങളിലൊന്നും ആ വാർത്തയില്ല എന്ന് വേണം കാണാൻ. ഒരുപക്ഷെ അധികം ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഞാനും ഈ സിനിമ കണ്ടിട്ടില്ല. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നാണ് സിനിമയുടെ പേര്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ അടുത്ത കാലത്ത് വന്നുപോയ സിനിമയാണ്. ആ സിനിമ ഒരു വലിയ സ്വാധീനം കേരളത്തിലെ വിദ്യാലയങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വാർത്ത. തിരുവനന്തപുരത്ത് നിന്നുള്ള വാർത്ത. ആതിര അവരുടെ ബൈലൈനിലാണ് ആ വാർത്ത. നോ മോർ ബാക്ക് ബെഞ്ചേഴ്സ്, എ ഫിലിം ഇൻസ്പയേഴ്സ് ചേഞ്ച് ഇൻ കേരള സ്കൂൾസ് എന്നാണ്. നമ്മൾക്കറിയാം, നമ്മളെല്ലാം പഠിച്ച കാലങ്ങളിൽ സ്കൂളിൽ ബാക്ക് ബെഞ്ചേഴ്സ്, ഫ്രണ്ട് ബെഞ്ചേഴ്സ്, ബാക്ക് ബെഞ്ചേഴ്സ് അങ്ങനെ നിരനിരയായി ഇരുത്തുന്നൊരു ശീലമാണ് സ്കൂളുകളിലുള്ളത്. സ്വാഭാവികമാണ്. കാരണം നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങൾ, ക്ലാസ് റൂമുകളൊക്കെ ഇടുങ്ങിയതാണ്. അപ്പോൾ നിരനിരയായി ഇരുത്തുക എന്നുള്ളതാണ് പ്രായോഗികമായ രീതി. പക്ഷേ അത് ചെറിയ ക്ലാസ്സുകളിൽ, കുട്ടികൾ കുറഞ്ഞ ക്ലാസ്സുകളിൽ ഈ ബാക്ക് ബെഞ്ചേഴ്സും ഫ്രണ്ട് ബെഞ്ചേഴ്സും വേണ്ട എന്ന രൂപത്തിലൊരു നിർദ്ദേശം മുമ്പ് ഉണ്ടായിരുന്നതാണ്. അത് സിനിമ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് വെച്ചാൽ, ആ സിനിമയിൽ അജു വർഗീസ് അധ്യാപകനായി വരുന്നു. അദ്ദേഹം കുട്ടികളോട് ഇടപെടുന്ന രീതി, ബാക്ക് ബെഞ്ചേഴ്സിനെ പൂർണ്ണമായും തള്ളുന്ന രീതി പല സ്കൂളുകളിലും മുൻകാലങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ബാക്ക് ബെഞ്ചേഴ്സ് എക്കാലവും മോശപ്പെട്ട വിദ്യാർത്ഥികളാണ് എന്ന തരത്തിലാണ് അവരെ കണക്കാക്കുന്നത്. അതുകൊണ്ട് അവരെ പരിഗണിച്ചിരുന്നില്ല. പക്ഷേ ആ അധ്യാപകൻ്റെ അജു വർഗീസ് അഭിനയിച്ച റോളിനെ മറികടന്നുകൊണ്ട് ആ അധ്യാപകനെ പോലും, ആ സ്കൂളിനെ പോലും, കൂട്ടുകാരെ പോലും, വിദ്യാർത്ഥികളെ പോലും മാറ്റിയെടുത്തുകൊണ്ട് ബാക്ക് ബെഞ്ചിൽ നിന്നൊരു വിദ്യാർത്ഥി, അദ്ദേഹം ആ കുട്ടിയുടെ ഇടപെടൽ, ആ ക്ലാസ് റൂമിലും ആ സ്കൂളിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ആ സിനിമ പറയുന്നത്. ഇവിടെ നമ്മുടെ സ്കൂളുകളിൽ, കേരളത്തിലെ 6ഓളം സ്കൂളുകളിൽ, വിദ്യാലയങ്ങളിൽ ഈ ഫ്രണ്ട് ബെഞ്ച് ബാക്ക് ബെഞ്ച് എന്ന റോ ഇല്ല, ആ നിരയില്ല. പകരം വട്ടത്തിൽ ഇരുത്തുക എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. നമ്മളുടെ അംഗൻവാടികളൊക്കെ അങ്ങനെയാണ് ഇരുത്തുന്നത്.
അവിടെ ബാക്ക് ബെഞ്ചേഴ്സ് ഇല്ല. അങ്ങനെ ആ രൂപത്തിലേക്ക് മാറ്റാൻ സ്കൂളുകൾ ശ്രമിക്കുന്നു എന്നുള്ളത് വലിയ അഭിമാനകരമായ കാര്യമാണ്. അപ്പോൾ ഇനി ബാക്ക് ബെഞ്ചേഴ്സ് ഉണ്ടാകില്ല, എല്ലാവരും ഫ്രണ്ട് ബെഞ്ചിൽ തന്നെയാണ്, എല്ലാവർക്കും മുന്തിയ പരിഗണന തന്നെയാണ് വേണ്ടത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ചില സ്കൂളുകൾ, അതിൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിൻ്റെ സ്കൂളും ഉണ്ട് എന്ന് വാർത്തയിൽ പറയുന്നുണ്ട്. വാളകം, കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്ത് വാളകത്ത് കെ.ബി. ഗണേഷ് കുമാറിൻ്റെ സ്കൂളുണ്ട്. അങ്ങനെ ചില സ്കൂളുകളിൽ അത് ഉൾപ്പെടുത്തുന്നു. അതൊരു പക്ഷേ നല്ല കാര്യമായിട്ട് വേണം കാണാൻ. അത് ഈ സിനിമ ഉൾക്കൊണ്ടാണ്, ഈ സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് എന്നുള്ളതാണ് ഈ വാർത്ത. ആ വാർത്ത അതാണ് അതിൻ്റെ പ്രാധാന്യമായിട്ട് കാണേണ്ടത്. ഒരു സിനിമ നമ്മളുടെ സ്കൂളുകളെ, കുട്ടികളെ ഒന്നാം നിരയിലേക്ക് കൊണ്ടുവരാൻ, നിരയില്ലാതെ ഒന്നാം നിരയിലേക്ക് എത്തിക്കാൻ പര്യാപ്തമാകുന്നു എന്നുള്ളത് വലിയ അഭിനന്ദനാർഹമായ കാര്യമാണ്. അത് ഹിന്ദു ഒന്നാം പേരിൽ വലിയ വാർത്തയാക്കുന്നു. വിനീഷ് വിശ്വനാഥാണ് ആ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് വലിയ അഭിനന്ദനം. ഞാനും ആ സിനിമ ഇനി കാണാൻ ആഗ്രഹിക്കുന്നു. OTT-യിൽ ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും സ്കൂളുകളിൽ കുട്ടികളെല്ലാവരും ഒരു നിരയിൽ ഒന്നാമതായി വരട്ടെ. ഇനി പിൻനിരക്കാരില്ല, ബാക്ക് ബെഞ്ചേഴ്സ് ഇല്ല എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വരട്ടെ എന്നതിൽ വലിയ സന്തോഷമുണ്ട്. മറ്റൊന്ന്, ഒരു വലിയ നികുതി ഇളവ്, നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു വലിയ നികുതി ഇളവ് രാജ്യത്ത് വരാൻ പോകുന്നു. കാരണം 5ഓളം സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ് 2026. ബീഹാറിൽ ഈ വർഷവും വരാൻ പോകുന്നുണ്ട്. അത് മുന്നിൽ കണ്ട് കേന്ദ്ര സർക്കാർ, ഇത് കേരള കൗമുദിയുടെ ഒന്നാം പേരിലെ പ്രധാനപ്പെട്ട വാർത്തയാണ്, പൂർവിക സ്വത്തിൽ പെൺമക്കൾക്ക് തുല്യാവകാശം എന്ന വാർത്തയ്ക്കൊപ്പം അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ ഇത് നൽകുന്നുണ്ട്. ഏതാണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേന്ദ്ര സർക്കാർ 70,000 കോടിയുടെ നികുതി ഇളവ് രാജ്യത്തെമ്പാടുമുള്ള ആളുകൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. തുണി മുതൽ ടൂത്ത് പേസ്റ്റ് വരെ നമ്മൾക്ക് സാധാരണക്കാർക്ക് ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും നികുതി ഇളവ് വരുമെന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. ഈ വാർത്ത അങ്ങനെ സംഭവിച്ചാൽ, കേന്ദ്ര സർക്കാർ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ വലിയ രൂപത്തിൽ ജനങ്ങൾക്ക് ആശ്വാസകരമായി മാറും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എന്നുള്ളത് മറ്റൊരു വശം, എന്നാൽ പോലും ആശ്വാസകരമാകുന്ന നികുതി ഇളവുകൾ ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. കാരണം നമ്മളുടെ കയ്യിലുള്ള നികുതി പിടിച്ചാണ് ഈ സർക്കാർ എല്ലാം ഓടുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനൊരു വാർത്ത കാണുമ്പോൾ നമുക്ക് സന്തോഷം. കേരളവും ആ വാർത്ത ഒന്നാം പേരിൽ നൽകിയിട്ടുണ്ട്, മറ്റ് പത്രങ്ങളൊന്നും ഒന്നാം പേരിൽ നൽകിയിട്ടില്ല എന്നുള്ളതാണ് പ്രസ് സ്റ്റോപ്പിന് സൂചിപ്പിക്കാൻ ഉള്ളത്. മറ്റൊന്ന്, ഇന്ന് പണിമുടക്കാണ്. പണിമുടക്ക് ഒരു പക്ഷേ ഇന്ന് എല്ലാവരും രാവിലെ പുറത്തിറങ്ങുമ്പോൾ വാഹനങ്ങളില്ല, കടകളില്ല. അത് ദേശാഭിമാനിയും വീക്ഷണവുമാണ് ആ വാർത്ത ഒന്നാം പേരിൽ. വീക്ഷണം, തൊഴിലാളി രോഷം അണപൊട്ടും, ദേശീയ പണിമുടക്ക് തുടങ്ങി എന്നാണ് വീക്ഷണം പറയുന്നത്. ഇന്ത്യ പണിമുടക്കുന്നു എന്ന് ദേശാഭിമാനിയും പറയുന്നു. മറ്റു പത്രങ്ങളൊക്കെ പണിമുടക്കിനെ ഉൾപേജിലെവിടെയോ ഒതുക്കിയിട്ടുണ്ടെന്ന് വേണം കാണാൻ. ആളുകൾക്ക് വലിയൊരു അവയർനെസ് കൂടിയാകുമെന്ന് കരുതുന്നു. മറ്റൊരു വാർത്ത കൂടി പറയാനുള്ളത് നിമിഷപ്രിയയാണ്. നിമിഷപ്രിയ നമുക്കറിയാം, നമ്മളുടെ കൺമുന്നിലൂടെ കടന്നു പോകുന്ന ഒരു വലിയ രൂപത്തിൽ വധശിക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ വധശിക്ഷ കൺമുന്നിലുണ്ട് എന്ന രൂപത്തിൽ പറയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ 16-ന്, ഈ മാസം 16-ന് നടപ്പാക്കാൻ ഉത്തരവിട്ടു എന്നുള്ളതാണ്. പക്ഷേ ആ വാർത്തയിൽ, കാരണം ഇന്നലെ ഈ വാർത്ത വരുമ്പോഴും നമ്മളെല്ലാവരും വലിയ ആശങ്കയിലായിരുന്നു. ഇതിനു മുൻപും ഇങ്ങനെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവിട്ടു യമൻ എന്ന കാര്യം വന്നിരുന്നു. പക്ഷേ ഇപ്പോഴും അക്കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രൂപത്തിൽ വാർത്തയാക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്ന് വേണം കാണാൻ. കാരണം യമനിൽ നിന്ന് വരുന്ന വാർത്തകൾക്ക് വലിയ സോഴ്സിൻ്റെ പ്രശ്നമുണ്ട്. അത് ഉത്തരവ് അടക്കം വലിയ പ്രശ്നങ്ങളുണ്ട്. മുമ്പ് യമൻ പ്രസിഡന്റ് അങ്ങനെ ഒരു ഉത്തരവിട്ടു എന്ന് പറഞ്ഞൊരു വാർത്ത ഉണ്ടായിരുന്നു. യമനിൽ ആ പ്രവിശ്യയിൽ അങ്ങനെ പ്രസിഡന്റേ ഇല്ല എന്നാണ് പിന്നെ വാർത്ത വന്നത്. എന്തായാലും ആ വധശിക്ഷ നടപ്പാക്കാതിരിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ നമ്മളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ആ വാർത്തയും പത്രങ്ങളെല്ലാം പ്രധാനപ്പെട്ട രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ.